അപ്പൊ ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിലെ നമ്മുടെ വയലിൻ ടീമാണിത്. എപ്പോഴും നമ്മൾ ഇവരെ മെൻഷൻ ചെയ്യാറുണ്ടല്ലോ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവരുടെ പെർഫോമൻസ് ആണ് ഇപ്പൊ നിങ്ങൾ നേരിട്ട് കണ്ടത്. ലാസ്റ്റില് വായിച്ച പാട്ട് ഏതാണെന്നറിയോ? ഓ ബട്ടർഫ്ലൈ. ആ ബട്ടർഫ്ലൈ പോലെ ഉണ്ട് പാറു, ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പൂമ്പാറ്റ പോലെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം നമ്മുടെ പ്രേക്ഷകർക്ക്. ഇതാണ് നമ്മുടെ വയലിൻ ടീം. ഇത് നമ്മുടെ ജോസ് കുട്ടിച്ചേട്ടൻ, ഇത് സൂരജേട്ടൻ, അത് ജെയിൻ ചേട്ടൻ. അപ്പൊ ഇവരാണ് നമ്മുടെ വയലിൻ ടീം. എപ്പോഴും പറഞ്ഞു തീരാത്ത, ഇനി എനിക്ക് തോന്നുന്നു എത്ര പറഞ്ഞാലും മതിയാവാത്ത നമ്മളൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ രാജാ സാറിന്റെ ബർത്ത്ഡേ കൂടെയാണ് ഇന്ന്. ഈ ഒരു ട്രിബ്യൂട്ട് ഇന്നിവിടെ നമ്മുടെ രാജാ സാറിന് തന്നതിൽ താങ്ക് യു സോ മച്ച്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോ രാജാ സാറിന്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ജോസ് കുട്ടിച്ചേട്ടൻ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കണ്ടേ അല്ലേ? ആദ്യമായിട്ട് ഞങ്ങൾ ഓർക്കസ്ട്രയുടെ പേരിൽ രാജ സാറിന് ജന്മദിന ആശംസകൾ നേരുന്നു. എനിക്ക് 92 to 96 ആണ് ഞാൻ 4 വർഷം, ഏകദേശം 4 വർഷം രാജ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപാട് തിരക്കുള്ള ഒരുപാട് ഫിലിംസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയായിരുന്നു ഞാനിപ്പോൾ ഇടയ്ക്ക് ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് അത്രയും ചെയ്തിട്ടുള്ളത്. 42ഓളം സിനിമ 93 ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നല്ല തിരക്കുള്ള സമയത്തായിരുന്നു വായിച്ചിരുന്നത്. ഏതായിരുന്നു ആദ്യം വായിച്ച വർക്ക്? ഓർമ്മയുണ്ടോ? ആദ്യം വായിച്ച ഓർമ്മയില്ല, പക്ഷെ യജമാൻ, വള്ളി അങ്ങനെയുള്ള സിനിമകളൊക്കെ. പിന്നെ മലയാളത്തിൽ ഒരു ജാക്ക്പോട്ട് എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു. പിന്നെ തെലുങ്ക് എല്ലാം കൂടിയാണല്ലോ നിറച്ച് വർക്കാണ്. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ തമിഴ് കണ്ട് ഏതൊക്കെ ഫിലിമാണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. റീ റെക്കോർഡിങ് വരുമല്ലോ, എല്ലാം വരുമല്ലോ. സോങ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു മാസത്തോളം പല ഫിലിമിൻ്റെ പൂജ സോങ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മിക്കവാറും ഫിലിമിലൊക്കെ ഒരു 5-6 സോങ് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ ദിവസവും 2 കോൾ ഷീറ്റ്സ്, രാവിലെ ഒരു സോങ്, വൈകുന്നേരം ഒരു സോങ് ആയിരിക്കും. അപ്പോൾ സോങ്സ് രാജ സാറ് രാവിലെ ഞങ്ങളൊരു 7 മണിക്ക് തന്നെ വരും. പക്ഷേ ഒരു 9:30-10 മണിയാകുമ്പോഴായിരിക്കും സ്കോർ വരണ്ടിരിക. രാജ സാർ റൂമിലിരുന്ന് അന്നത്തെ പാട്ടിൻ്റെ എഴുതിയിട്ട് അസിസ്റ്റൻ്റിൽ കൊടുത്തു വിടും. സുന്ദർരാജല്ലേ അന്ന്? സുന്ദർരാജ് ട്രാക്ക് പാടുമായിരുന്നു. ജൂഡി ആയിരുന്നു. അപ്പോൾ ജൂഡിയിൽ ഒരു 10-15ഓളം കോപ്പി കൊടുത്തു വിടും. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഓരോ ആർട്ടിസ്റ്റുകളുടെ എല്ലായിടത്തും കൊണ്ടുവന്നിട്ട് അത് വിതരണം ചെയ്യും. പിന്നെ ഞങ്ങളതിൽ നിന്ന് ഞങ്ങൾ എഴുതുന്ന ഞങ്ങളുടെ ഭാഗം, അതായത് വയലിൻ 3 റോയായിരുന്നു, 9, 9, 8, 26 വയലിനുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് വയലിൻ വായിക്കുന്നവരുണ്ട്, ഞാൻ സെക്കൻഡ് വയലിനാണ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പോർഷൻ അതിൽ നിന്ന് എഴുതിയെടുക്കും. അതിനുശേഷം എല്ലാവരും ഒന്ന് വെറുതെ ടച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ, അവിടെ ഒന്നും ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല. ടച്ച് ചെയ്ത് എല്ലാവരും അവനവനൊന്ന് നോക്കിയിട്ടിരിക്കും. മാത്രമല്ല അതിനകത്ത് ഒരു മാറ്റവും കാണത്തില്ല, ഒന്നുമില്ല, ചേഞ്ചൊന്നുമില്ല, ഒരു ചേഞ്ചില്ല, കൃത്യമായി. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ രാജ സാർ വരും, ഷോളൊക്കെ ഇട്ട് വന്ന് ഞങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എല്ലാം നേരെ പോവും. ട്രാക്ക് സിംഗർ ഉണ്ടാവും. പാട്ട് 2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യും. പിന്നെ രാജ സാർ അകത്തോട്ട് പോകും. പുരുഷോത്തമായിരുന്നു കണ്ടക്ട് ചെയ്തെടുത്തിട്ട് ഡ്രമ്മർ. അങ്ങനെ സോങ്സ് ഒരു മണിക്ക് മുമ്പ് സോങ്ങിൻ്റെ പരിപാടി കഴിയും. അന്ന് രാവിലെ റൂമിൽ വന്നിരുന്ന് കമ്പോസ് ചെയ്യുന്ന ഓർക്കസ്ട്രേഷനൊക്കെയാണ് ഈ പാട്ടിൻ്റെ എല്ലാത്തിൻ്റെയും. അത്രയും നേരത്തെ 5 മണിക്കൂർ കൊണ്ട് തീരുന്ന 6 മണിക്കൂർ കൊണ്ട് തീരുന്ന പാട്ടുകളാണ് ഇതെല്ലാം. അത്ര ഭയങ്കരമായിരുന്നു. അല്ല, അത് മറ്റൊരു കാര്യം ആലോചിക്കണം, 365 ദിവസവും ഇതാണ് 1-2 ദിവസമാണെങ്കിൽ പോട്ടെ. അതെ. പിന്നെ റീ റെക്കോർഡിങ് ആണെങ്കിൽ ഹോളിൽ വന്നിരുന്ന് ഫസ്റ്റ് റീലിട്ട് കണ്ടിട്ട് നിന്നുകൊണ്ട് തന്നെ എഴുതും. ഹാർമോണിയം തൊഴില്ല, നിന്നുകൊണ്ട് തന്നെ എഴുതും. അല്ല, നിന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അതേ ഇരിക്കുന്ന അവിടെ ഒരു പെട്ടി ഹാർമോണിയം ഇരിപ്പുണ്ട്, അതിനെ അടച്ചു വെച്ചിരിക്കുകയാണ് അത്. എന്നിട്ട് ഒരു 40 പേജിന്റെ ബുക്ക് പോലത്തെ ഒരു ബുക്കുണ്ട്. അതില് തലയൊക്കെ ഉള്ള അല്ല, ഫിലിമും കാണുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തോ ഇങ്ങനെ ചെറുതായിട്ട് ടൈം ഡ്യൂറേഷൻ എന്തോ ഒക്കെ എഴുതി വയ്ക്കും. അത് കഴിഞ്ഞാൽ ഫിലിം ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ എഴുത്ത് ആരംഭിക്കും. ഓരോ സിറ്റുവേഷനുള്ള മ്യൂസിക് എഴുതി. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറകിൽ പോയി നിന്നിട്ട് ഞങ്ങളുടെ ഭാഗം അതിൽ നിന്ന് ഇങ്ങനെ തലയിട്ട് എഴുതിയെടുക്കുകയാണ് എല്ലാവരും, വയലിനിസ്റ്റുകളെല്ലാവരും. ബാക്കിയുള്ള ഈ ദിൽരൂപ അതൊക്കെ വായിക്കുന്ന സരോജ അതുപോലെയുള്ളവർക്കൊക്കെ അവിടെ ജൂഡി പോയി പറഞ്ഞു കൊടുക്കും, നൊട്ടേഷൻ കൊണ്ടൊക്കെ കൊടുക്കും. ഞങ്ങളെല്ലാവരും പുറകിൽ പോയി നിന്നിട്ട് എഴുതിയെടുക്കുക ചെയ്യുക. അത് കഴിഞ്ഞ് എല്ലാവരും വന്ന് സീറ്റിലിരുന്ന് കഴിഞ്ഞ് രാജ സാർ ഇതുപോലെ എഴുന്നേറ്റ് വന്ന് ഫിലിം ഇട്ടിട്ട് കണ്ടക്ട് ചെയ്യും. ഒരു മ്യൂസിക് പോലും ഒരു ഇച്ചിരി നീട്ടാനോ കുറയ്ക്കാനോ ഉണ്ടായിട്ടില്ല. അതെല്ലാം ടെമ്പോയിലൊക്കെ ആയിരിക്കും. 40 ബാറുണ്ടെങ്കിൽ 40 ബാർ തീരുമ്പോൾ
അത് മാറിയിട്ടുണ്ടാവും. 000. അത് ചേഞ്ച് ഓവേഴ്സോടെ വരും മ്യൂസിക്. ആ വന്ന് നിന്നിട്ട് ടെമ്പോ മനസ്സിലായ ടെമ്പോ ഇങ്ങനെ ഇട്ട് ആ ടെമ്പോ കറക്റ്റ് ആയിരിക്കും. ആ 40 ബാറിന് ആ സിറ്റുവേഷൻ മാറുന്നത് അത്ര അക്യുറേറ്റ് ആണ്. ഒരു നിവർത്തിയില്ല. അതൊക്കെ ഒരു വണ്ടറാണ് അത്. അതെ, ഒരു റീലിൽ തന്നെ ചിലപ്പം ഒരു 20 ചേഞ്ച് ഓവേഴ്സ്. പിന്നെ അതൊക്കെ പുല്ല് സാർ കണ്ടക്ട് ചെയ്ത് ഒറ്റ പ്രാവശ്യം കണ്ടക്ട് ചെയ്ത് റീലുമായിട്ട് സിങ്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ മസ്റ്റ് പോകും. ചില ഇത് മാത്രം വളരെ ഇതുണ്ടെങ്കിൽ മാത്രം ഒന്നും കൂടെ ആ റീലിട്ടിട്ട് ഒന്നുകൂടെ ചെയ്യും, അത്രേ ഉള്ളൂ. അത്രയും അക്യുറേറ്റ് ആയിട്ടാണ്. അതായത് 40 ബാറ് ഒരു മ്യൂസിക് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ 40 ബാർ കഴിയുമ്പോൾ സിനിമ മാറും, അത്ര കറക്റ്റാണ്. പിന്നെ എനിക്കൊരു വലിയ അവസരം വേറെ കിട്ടിയത് ആ പീരീഡിലാണ്. രാജാ സാറ് കർണാടക സംഗീത കച്ചേരിയിൽ ഒരു അരങ്ങേറ്റം നടത്തിയായിരുന്നു. കുറേ വിശിഷ്ട സംഗീതജ്ഞന്മാരെയൊക്കെ ഇരുത്തിയിട്ട് സാറ് ഗാനമൂർത്തി എന്നുള്ള ഒരു ഇതില്ലേ കീർത്തനം, ഗാനമൂർത്തി അത് ആണ് കച്ചേരി പാടിയത് അരങ്ങേറ്റം പോലെ. അപ്പോൾ അതോടൊപ്പം വേറെ ഒരു പഞ്ചമുഖി എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു സാറ്. അതിൽ ഓർക്കസ്ട്രയെല്ലാം ഉണ്ടായിരുന്നു, വയലിൻസ്. ഞങ്ങളൊരു 10 വയലിൻ അതിനകത്ത് പെടുത്തിയിട്ടുണ്ടായിരുന്നു, 10 പേര്. അതിൽ പെടാൻ പറ്റി എനിക്ക്. അപ്പോൾ വണ്ടർഫുൾ വണ്ടർഫുൾ. സാറിൻ്റെ വീട്ടിലായിരുന്നു ഒരു 3 ദിവസം റിഹേഴ്സലുണ്ടായിരുന്നു. ടി നഗറിലെ വീട്ടിൽ 3 സൺഡേസിൽ ഉച്ചകഴിഞ്ഞ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് സ്റ്റേജിൽ ആ പരിപാടി പെർഫോം ചെയ്തു. അങ്ങനെ ഒരു പരിപാടിയും കൂടി അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഒരു വലിയ ഭാഗ്യമാണ്. ഒരുപാട് സന്തോഷമുള്ള ഓർമ്മകളൊക്കെ ഉണ്ട് മാഷിൻ്റെ കൂടെ, സാറിൻ്റെ കൂടെ. ഓരോ പാട്ടുകളുടെ മേക്കിങ്ങിലും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നാൽ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? അപ്പൊ നടന്നെന്തെങ്കിലും ഒരു യജമാൻ എന്നുള്ള ഫിലിമിലെ ആലപ്പോൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വള്ളി എന്നുള്ള സിനിമയിലെ ഒരു പാട്ട് എന്നുള്ളേ, അതൊക്കെ വളരെ ടച്ചിങ് ആയിട്ടുള്ള പാട്ടുകളായിരുന്നു. അത് ഇപ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ വേദികളിൽ പാടാറുണ്ട്. അപ്പൊ ഇപ്പൊ കേൾക്കുമ്പോഴും നമുക്ക് വല്ലാത്തൊരു അനുഭവം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. രാജാ സാറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ നമ്മള് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്നൊന്നും ചോദിക്കുന്നില്ല. പക്ഷെ നമുക്ക് രാജാ സാറിന് ഒരു ബർത്ത്ഡേ വിഷ് കൊടുക്കണം. അപ്പൊ അതിനൊപ്പം തന്നെ നിങ്ങൾ ഒരു സ്നേഹ സമ്മാനമായിട്ട് രാജാ സാറിന് ഒരു പാട്ട് ജഡ്ജസിന്റെ സൈഡിൽ നിന്ന്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇനിയും ഞങ്ങൾ രാജാ സാറിന്റെ കഥകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. ഞങ്ങൾക്ക് പറയാതെ പറ്റില്ല. അതാണ് പുസ്തകം ഇറക്കും. അത് മാത്രല്ല പാറു, രാജാ സാറ് സിനിമ എന്താ പറയണ്ട, ഈ സിനിമാ സംഗീതത്തിലേക്ക് വന്നിട്ട് 50 വർഷമായി. അതെ, അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് ഈ ബർത്ത്ഡേക്ക്. നമ്മുടെയൊക്കെ ബ്ലെസ്സിങ് നമുക്ക് ഈ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാൻ പറ്റുന്നത് തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ സാറിന്റെ ബർത്ത്ഡേക്കുള്ള. യെസ്. കാതലോവിയം പാടും കാവ്യം തേൻ സിന്ധും പൂഞ്ചോലൈനം രാജ്യം என்றும் ஆனந்தம் பேரின்பம் தெய்வீகம். ஓ காதல் ஓவியம் பாடும் காவியம் தேன் சிந்தும் பூஞ்சோலை நம் ராஜ்யம் என்றும் ஆனந்தம் பேரின்பம் தெய்வீகம். ஓ காதல் ஓவியம் പാടും കാവ്യം. ബ്യൂട്ടിഫുൾ. താങ്ക് യു രാജാ സർ. യെസ്, സൂപ്പർ സ്റ്റാർ.